ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. എന്റെ വൈഫ് ആരാണ്, എന്താണ് പഠിച്ചത്, അങ്ങനെ ഒരുപാട് മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഇണക്കിക്കൊണ്ട് നമ്മൾ ഹൂ ആം ഐ എന്നും പറഞ്ഞ് പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. സോ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ചോദ്യം ചോദിക്കാം. ഹായ്, എന്താണ് താങ്കളുടെ പേര്, എവിടാണ് സ്ഥലം? ഗൈസ്, അപ്പൊ എന്റെ പേര് ഫസ്ന എന്നാണ്. കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. പിന്നെ എന്റെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. അറിയാലോ, അവൻ കൊല്ലോ, ഞാൻ എറണാകുളമാണ്. ഞങ്ങളുടെ ഒരു എറണാകുളം കൊല്ലം കൂട്ടായ്മയായിരുന്നു കല്യാണം എന്ന് പറയുന്നത്. പിന്നെ എറണാകുളത്ത് എന്ന് പറഞ്ഞാല് കളമശ്ശേരി എന്ന് പറയും. പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ കളമശ്ശേരി ആലുവയുടെ നടുക്കാണ് ഗൈസ്. ഒരു മുട്ടം ഏരിയയുടെയൊക്കെ പുറകിലായിട്ട് വരും. വിടാക്കുഴ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ് ഗൈസ് ഞാൻ താമസിച്ചിരുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പൊ എന്റെ വീട്ടില് എന്റെ വാപ്പിച്ചുണ്ട്, ഉമ്മച്ചുണ്ട്, പിന്നെ എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. ഞാൻ ഏറ്റവും ഇളയ കുട്ടിയാണ് ഗൈസ്. അപ്പോ സിസ്റ്ററും ബ്രദറും രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ബ്രദറിന് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് നമ്മളൊരു വീഡിയോയിൽ പെരുന്നാൾ വ്ളോഗിൽ ഉണ്ടായിരുന്നു. ആമി ആരാന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. അതെന്റെ ബ്രദറിന്റെ കുട്ടിയാണ് ഗൈസ്. ഒറിജിനൽ പേര് നെസാന്നാണ്. ഞങ്ങൾ വീട്ടിൽ ആമി എന്ന് വിളിക്കും. പിന്നെ സിസ്റ്ററിന്റെയും കല്യാണം കഴിഞ്ഞു 2 കുട്ടികളുണ്ട്. സോയ അസർ എന്നാണ്. മമ്മു എന്ന് വീട്ടിൽ വിളിക്കും. അപ്പോ ഇതാണ് ഞങ്ങളുടെ കുടുംബം. പ്രേക്ഷകരുടെ റിക്വസ്റ്റ് മാനിച്ച് നമ്മൾ കുറച്ച് മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. താങ്കൾ എന്താണ് പഠിച്ചത്, ഇനി എന്താണ് പ്ലാൻ, എവിടെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺവൊക്കേഷന്റെ വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും അത് എന്തിന്റെ കോൺവൊക്കേഷൻ ആയിരുന്നു, എന്ത് കോഴ്സാ ചെയ്തത് എന്നൊക്കെ. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോ ഞാൻ 12th വരെ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് പഠിച്ചത്. 10th വരെ ഇന്ന് പറയുന്ന ഇടത്തല അല്ലമീൻ സ്കൂളിലാണ് പഠിച്ചത്. +1 ഞാൻ ആലുവയിലുള്ള സെന്റ് ഫ്രാൻസിസ് സ്കൂളില് കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. ബിക്കോസ് എനിക്ക് മെഡിസിന് പോലും ഒരു പ്ലാനും ഇല്ലായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ 10th കഴിഞ്ഞപ്പോ തന്നെ എൻ്റെ ഒരു 5th മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ആർക്കിടെക്ചർ. ബിക്കോസ് എൻ്റെ വാപിച്ച ഒരു PWD കോൺട്രാക്ടർ ആണ് ഗൈസ്. അപ്പോ ഞാനിങ്ങനെ കാണും, വാപിച്ചയുടെ കൂടെ ഞാനിങ്ങനെ സൈറ്റിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ വാപിച്ച ആകെ സേർന്ന് വിളിച്ച് കേട്ടിരിക്കുന്നത് ആർക്കിടെക്ട്സിന് മാത്രമാണ്. അപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഓഹോ, വാപിച്ച സേർന്ന് വിളിക്കുമെങ്കിൽ എനിക്ക് അതുപോലത്തെ ഒരാളാവണം, ആർക്കിടെക്ട് ആവണം എന്നുള്ള എൻ്റെ കൊച്ചിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് 10th ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ അങ്ങനെയാണ് ഞാൻ ഒരു സഹാ ഹാദിദ്, ഫസ്റ്റ് ഞാൻ അറിയുന്ന ഒരു ആർക്കിടെക്റ്റിന്റെ പേര് സഹാ ഹാദിദ് ആർക്കിടെക്റ്റ് ആയിരുന്നു. ഒരു വുമൺ ലേഡി മുസ്ലിം ആർക്കിടെക്റ്റ് ആണ് സഹാ ഹാദിദ്. അപ്പൊ പിന്നെ ഞാൻ സഹാ ഹാദിദിനെ കുറിച്ച് അപ്പൊ ഞാനിങ്ങനെ ഓരോ ക്യാമ്പുകളിലും ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു അതായത് നമ്മുടെ വിഷൻ ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലും ഞാൻ ഇൻഫ്ലുവൻസ് ആയത് സഹാ ഹാദിദ് അങ്ങനെ ഒരു ലേഡി ആർക്കിടെക്ട് എന്നാണ്. പിന്നീട് ഞാൻ ആർക്കിടെക്ചറിലേക്ക് വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ അയോധ്യയെ പറ്റി അറിഞ്ഞതെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം ആർക്കിടെക്ട് ആവണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ 10th കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പള്ളിയിലുള്ള തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി അതിനെപ്പറ്റി അന്വേഷിച്ചു. ഇതിന്റെ എൻട്രൻസ് എക്സാം ഏതാണ്, എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് കാര്യം നമ്മൾ സയൻസ് ഗ്രൂപ്പ് ആയിരിക്കണം. +1 സയൻസ് ഗ്രൂപ്പ് ആയിരിക്കണം. ഈവൻ ദോ സയൻസ് ഗ്രൂപ്പ് അല്ല, കൊമേഴ്സ് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊമേഴ്സ് വിത്ത് മാത്സ് ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ നമ്മൾ PC വേറെ എഴുതണം. അതായത് ഫിസിക്സ് കെമിസ്ട്രി അത് വേറെ എഴുതണം. ബയോളജിയുടെ ആവശ്യമില്ല, പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി വേണം. അതെനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ടൈമിൽ. അതായത് അവർ ഫിസിക്സ് കെമിസ്ട്രി വേറെ സെപ്പറേറ്റ് എക്സാം എഴുതി, കൊമേഴ്സ് വിത്ത് മാത്സ് ആയിരുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ 10th കഴിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിന് പോയി. നാറ്റയാണ് നമ്മൾ ആർക്കിടെക്ചറിന് വേണ്ടത്, നാറ്റ എക്സാം ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ നാറ്റ കോച്ചിങ് എടുത്തു. +1 +2 കഴിഞ്ഞിട്ട് +1 +2യുടെ കൂടെ തന്നെയാണ് ഞാൻ എടുത്തത്. അതായത് സാറ്റർഡേയ്സ്, അതേപോലെ ഹോളിഡേയ്സ്, പിന്നെ സൺഡേയ്സിലാണ് കോച്ചിങ് ക്ലാസ്സസ് വരുന്നത്. അല്ലാതെ നമുക്ക് ക്രാഷ് കോഴ്സും എടുക്കുന്നവരുണ്ട്. +1 +2 കഴിഞ്ഞിട്ട് ക്രാഷ് കോഴ്സ് എടുക്കാം. അതായത് ഒരു 2 months 3 monthsന്റെ ക്രാഷ് കോഴ്സ് എടുക്കാം. പിന്നെ അല്ലാണ്ട് റിപ്പീറ്റേഴ്സ് എടുക്കാം. അതായത് +1 +2 കഴിഞ്ഞ് ഒരു കൊല്ലം ഇതിനു വേണ്ടി പഠിക്കാം നമുക്ക്. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അത് ഏതെങ്കിലും നാറ്റ കോച്ചിങ് എടുക്കുന്നിടത്ത് മതി. ഞാൻ നാറ്റ കോച്ചിങ്ങിന്റെ കൂടെ ഡിസൈനുള്ളത് പോയായിരുന്നു. പിന്നെ യൂസിയുടെ എക്സാംസ്, അതൊക്കെ ബാച്ചലർ ഓഫ് ഡിസൈൻസിന്
ഓരോ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് പഠിക്കാനുള്ള എക്സാം ആണ്. അപ്പൊ ഞാൻ പിന്നെ നിഫ്റ്റിന് വേണ്ടിയിട്ട് നിഫ്റ്റ് എക്സാം, അതായത് ഇന്ത്യയിലുള്ള നിഫ്റ്റ് കോളേജസ്, അതായത് കേരളത്തിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ, നിഫ്റ്റ് കണ്ണൂർ മാത്രമേ ഉള്ളൂ, അല്ലാതെ നിഫ്റ്റ് ഡൽഹി ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാനായിട്ട് അങ്ങനെ കുറെ എക്സാം ഉണ്ട്. പിന്നെ ജെഇ ഉണ്ട്, ജെഇയുടേത് IITസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, NITസിലേക്ക് കിട്ടാനും, പിന്നെ IITസിൽ കിട്ടണമെങ്കിൽ ജെഇ കഴിഞ്ഞിട്ട് 2 എക്സാംസ് എഴുതണം. NITയിലാണെങ്കിൽ ജെഇ സ്കോർ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ എക്സാംസ് ഉണ്ട് ആർക്കിടെക്ചറിലേക്ക് വരാൻ. പല ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ കേരളത്തിൽ പഠിക്കാനാണ് നാറ്റ വേണ്ടത്, കേരളം അല്ല പ്ലസ് ഇന്ത്യയിലും കുറെ കോളേജസിൽ നാറ്റ് ഉണ്ട്. അല്ലാതെ NITസിൽ പഠിക്കാൻ ജെഇ വേണം, IITസിൽ പഠിക്കാനും ജെഇ എഴുതണം, 2 ജെഇ എഴുതണം, ജെഇ മെയിൻസും എഴുതണം, മറ്റേതും എഴുതണം. പിന്നെ അങ്ങനെയാണ് എക്സാംസിന്റെ. അപ്പൊ അവിടെ പോയപ്പോ ഏകദേശം അതിനെയൊക്കെ പറ്റി ഒരു ധാരണയായി. പിന്നെ ഞാൻ +1 +2യുടെ കൂടെ തന്നെ കോച്ചിങ് എടുത്തു. ഞാൻ +1 +2 10th വരെ ഞാൻ CBSEയിലാണ് പഠിച്ചത്. പിന്നെ +1 +2യുടെ മാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. നാറ്റ എക്സാമിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മുടെ നാറ്റ സ്കോർ വരുന്നതെന്ന് പറഞ്ഞാൽ 200ലാണ് നാറ്റ സ്കോർ. ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് 5 കൊല്ലമായി, അല്ല ലൈക്ക് ഞാൻ എഴുതിയിട്ട് 5 കൊല്ലമായല്ലോ. അപ്പോ 200ലാണ് നാറ്റ സ്കോർ വരുന്നത്. 200ൽ അന്ന് കട്ട് ഓഫ് 80 ആയിരുന്നു. അതായത് 200ൽ 80 ഉണ്ടെങ്കിൽ മാത്രമാണ്, മിനിമം 80 ഉണ്ടെങ്കിലാണ് നമുക്ക് ആർക്കിടെക്ചർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോ പിന്നെ ബാക്കി 200, അതായത് ടോട്ടൽ റാങ്ക് മാർക്ക് വരുന്നത് 400ലാണ്. അപ്പൊ ഈ 200 നമ്മുടെ നാറ്റയുടെ സ്കോർ ആയിരിക്കും. അപ്പൊ എനിക്ക് കിട്ടിയിരുന്ന സ്കോർ 112.5 ആയിരുന്നു. പിന്നെ ഒരു 200, ആ 200 എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 മാർക്കാണ്. അതായത് ഇപ്പോ എന്റെ +2 മാർക്കിലെ പെർസെന്റേജ് എന്ന് പറയുന്നത് എനിക്ക് +2ലെ 96% ആണ്. ഈ 96 × 2 ആണ് ഈ 200ൽ വരാം. അതായത് ഇപ്പൊ 96 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 200ൽ വരുമ്പോഴത്തേക്കും 192 ആണ് വരിക. 192 ആണ് വരിക 96 × 2. അപ്പൊ ഈ 192 പ്ലസ് എനിക്ക് നാറ്റ 200ൽ കിട്ടിയ 112.5, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ടോട്ടൽ മാർക്സ് വരിക. അപ്പൊ എനിക്ക് +2ൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാറ്റക്ക് മാർക്ക് കുറവാണെങ്കിൽ +2ൽ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റാങ്ക് ഫ്രണ്ടിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ +1 +2 സ്റ്റേറ്റിലാണ് പഠിച്ചത്. ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു, സെന്റ് ഫ്രാൻസിസ് ആലുവ. അപ്പോൾ +1 +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ്, ബിക്കോസ് ഞാൻ മെഡിസിൻ ഒന്നും എന്തായാലും പോകുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ബയോളജിയുടെ സുവോളജിയുടെ ബോട്ടണിയുടെ ഒക്കെ റെക്കോർഡൊക്കെ എന്റെ ഇത്താത്തൊക്കെ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പണിക്കെട് പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. അങ്ങനെ +1 +2 അത് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞായിരുന്നു എൻട്രൻസ് എക്സാം ഒക്കെ വന്നിരുന്നത്. അങ്ങനെ നാറ്റോ എഴുതി 2 നാറ്റ എക്സാം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ 3 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ 10th കഴിഞ്ഞിട്ട് +1 +2യുടെ ഒപ്പം കോച്ചിങ് എടുക്കാൻ വേറെ റീസൺ കൂടെ ഉണ്ട്. ഞാൻ വരയ്ക്കാൻ അത്യാവശ്യം നോക്കിയൊക്കെ വരയ്ക്കും. അല്ലാതെ നമുക്ക് നാറ്റക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, നാറ്റ പഠിക്കുന്നവർക്കും ആർക്കിടെക്ട്സിനൊക്കെ അറിയാം, നമുക്ക് പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ അത്ര പ്രോയൊന്നും അല്ലായിരുന്നു ഗൈസ്. അപ്പൊ എന്റെ ഈ ഡ്രോയിങ് സ്കില്ലും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു 2 ഇയറിന്റെ ഇടയിലെ കോച്ചിങ് എടുത്ത. കാര്യം അത് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു. ബിക്കോസ് നമ്മുടെ +1 +2യുടെ കൂടെ ഇത് പഠിക്കാന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് ഒഴിവ് ദിവസങ്ങൾ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പൊ അതൊരു ഹെക്റ്റിക് ആണ്. പക്ഷെ എനിക്ക് എന്റെ ഡ്രോയിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ +2 കഴിഞ്ഞ് എനിക്കൊരു 1 ഇയർ ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു ഗൈസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കോച്ചിങ് എടുത്തത്. അങ്ങനെ +1 +2 കഴിഞ്ഞു. ഞാൻ എൻട്രൻസ് എഴുതി. ഫസ്റ്റ് നാറ്റ എക്സാം എനിക്ക് ഫസ്റ്റ് നാറ്റ എക്സാം ഞാൻ എഴുതി. അങ്ങനെ സെക്കൻഡ് നാറ്റ എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല ബിക്കോസ് എന്റെ അഡ്മിറ്റ് കാർഡ് വന്നില്ല. എനിക്ക് എന്നിട്ട് ഭയങ്കര വിഷമമായി. ബിക്കോസ് എനിക്ക് ഫസ്റ്റത്തെ എക്സാമിന് 112.5 ആയിരുന്നു. അപ്പൊ എനിക്ക് സെക്കൻഡ് ടൈം എഴുതുമ്പോൾ കുറച്ചുകൂടി കൂട്ടി മേടിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ തലേ ദിവസമാണ് അഡ്മിറ്റ് കാർഡ് വന്നത് നാറ്റയ്ക്ക്. ഞാൻ എന്നിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പോ എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. എനിക്ക് എന്നിട്ട് ഭയങ്കര സങ്കടമായി. എന്ന് വെച്ചാൽ ഞാൻ ആർക്കിടെക്ചർ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുമല്ലോ. പിന്നെ ഈ 112.5 വെച്ച് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന്, എനിക്ക് മാനേജ്മെന്റ് ഒന്നും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പഠിക്കുവാണെങ്കിൽ മെറിറ്റിൽ തന്നെ പഠിക്കണം എന്നായിരുന്നു. എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് വീട്ടിൽ കിടന്ന് ഫുൾ കരച്ചിലും ബഹളമായിരുന്നു. ഉമ്മച്ചിയും വാപ്പിച്ചൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. എനിക്ക് ആകെ ഒരൊറ്റ എക്സാം എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ വാപ്പിച്ചെടുത്തും മുച്ചെടുത്തും പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യും, എല്ലാവരും പോയി, എനിക്ക് മാത്രം എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരഞ്ഞു വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് വാപ്പിച്ച് പറഞ്ഞു, മോക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ 80 പാസ്സായാൽ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും മാനേജ്മെന്റ് ആയിട്ടെങ്കിലും നമുക്ക് കയറാം, മാനേജ്മെന്റ് സീറ്റിലെങ്കിലും കയറാം, മെറിറ്റ് സീറ്റ് കിട്ടില്ല എന്നുള്ളൂ.
നമ്മൾ കട്ട് ഓഫ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കയറാം. എന്നാലും ഇത്രയും പൈസ ചെലവാക്കേണ്ടത്, അതായത് നമ്മൾ മെറിറ്റിൽ പഠിക്കുന്നതിന്റെ ഡബിള് കൊടുക്കേണ്ടി വരും മാനേജ്മെന്റിന്. അപ്പോൾ ഞാൻ എന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ഇരുന്നിട്ട് ബാബുച്ചി പറഞ്ഞു കുഴപ്പമില്ല, നിനക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പൊ എറണാകുളത്ത് തന്നെ അത്യാവശ്യം 4-5 കോളേജസ് ഉണ്ടല്ലോ, നമുക്ക് എവിടെ വേണേലും മാനേജ്മെന്റ് എടുക്കാം എന്നൊക്കെ. എന്നാലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ചിലപ്പോൾ എഴുതിയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയേനെ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കീമിന് നമ്മൾ എക്സാം എഴുതേണ്ട ആവശ്യമില്ല, എഞ്ചിനീയറിംഗുകാർക്ക് മാത്രം എക്സാം എഴുതിയാൽ മതി. ആർക്കിടെക്ചറിന് കീം നമ്മൾ അപ്ലൈ ചെയ്തിട്ടാൽ മതി, അതായത് നമ്മുടെ നാറ്റാർ സ്കോറും എല്ലാം ആഡ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടാൽ മതി. എന്നിട്ട് കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് എനിക്ക് 1000-ന്റെ അടിയിൽ കേരള റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, എനിക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്തു. അത്യാവശ്യം ഒരു 5-10 കോളേജസ് വെച്ചു, ദൂരേക്കൊന്നും വെച്ചില്ല. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ അപ്ലൈ ചെയ്യുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ദൂരെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യുസാറ്റിന്റെ കോളേജാണ് മറിയെന്ന് ഞാൻ കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ നമ്മള് യൂണിവേഴ്സിറ്റി കൊച്ചിനാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇവിടെ എറണാകുളത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതിൽ ഞാനങ്ങ് മറിയനങ്ങ് വെക്കുകയാണ് ചെയ്തത്. അല്ലാതെ എനിക്ക് തിരുവനന്തപുരം ഇത്ര ദൂരത്താണെന്ന് പോലും എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പഠിച്ച ആളല്ലേ. അങ്ങനെ നമ്മള് മറിയൻ, പിന്നെ മെയിൻ ആയിട്ട് ക്യുസാറ്റ്, ബിക്കോസ് ക്യുസാറ്റ് കൊച്ചി ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ക്യുസാറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ക്യുസാറ്റിൻ്റെത്. അപ്പൊ ക്യുസാറ്റിന്റെ അണ്ടറിലുള്ള ഒരു കോളേജ് എന്ന് പറയുമ്പോൾ അതിനും അതിൻ്റെതായ ഒരു മഹത്വം കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് അപ്ലൈ ചെയ്തു. മറിയനിൽ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങള് അഡ്മിഷൻ എടുക്കാൻ പോയി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ട്രെയിൻ യാത്ര, ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് അങ്ങനെയാണ് ഗൈസ്. അതൊരു തുടക്കം മാത്രമേ, പിന്നെ ചെറുപ്പറ ട്രെയിനിൽ കയറി ഇറങ്ങുമായിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ BARC-ന് അവിടെ ജോയിൻ ചെയ്തു. 2020 മാർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ആ ടൈമിലാണ് കോവിഡ് ടൈം ആയിരുന്നല്ലോ. കോവിഡ് വന്ന് ആസ് യൂഷ്വൽ ഓൺലൈൻ ഒക്കെ ആയിരുന്നു. അപ്പോ ഈ ഒരു ടൈമിൽ എന്തായാലും +2 കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് വന്നു, ബിക്കോസ് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് എവിടെ ഓൺലൈൻ ആ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊന്നും. അപ്പത്തേക്കും കുറെ ഗ്യാപ്പ് വന്നായിരുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ അല്ലാതെ ഡിഗ്രിക്കും വേറെ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രി കോളേജസ് ആയിട്ട് അപ്ലൈ ചെയ്തില്ല ഞാൻ. കുറച്ച് നല്ല കോളേജസ്, എന്തായാലും എനിക്ക് ഫുൾ A+ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും നല്ല കോളേജിൽ കിട്ടുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സേക്രഡ് ഹാർട്സില് പിന്നെ സെന്റ് ആൽബർട്ട്സിലൊക്കെ അപ്ലൈ ചെയ്തു. ഓട്ടോണമസ് കോളേജസിൽ മാത്രം അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് സെന്റ് ആൽബർട്ട്സിലും കിട്ടി, സേക്രഡ് ഹാർട്സിലും കിട്ടി. ഞാൻ എന്നിട്ട് സേക്രഡ് ഹാർട്സിൽ ജോയിനും ചെയ്തു. ഏതായിരുന്നു BSc അല്ല കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോ അങ്ങനെ എന്തോ ഒരു കോഴ്സ് ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അതിന് ജോയിൻ ചെയ്തു. അവിടെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചുമ്മാ 2-3 ആഴ്ച എന്തോ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോഴത്തേക്കാണ് എനിക്ക് മരിയനിൽ അഡ്മിഷൻ ആയി. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ ഒക്കെ എടുത്തു. എനിക്ക് കോളേജ് ആണെങ്കിലും ഇഷ്ടമായി, അടിപൊളി കോളേജ്, നല്ല നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് കേസ് ഞങ്ങളുടെ കോളേജൊക്കെ. അങ്ങനെ കോളേജൊക്കെ ഇഷ്ടമായി. പക്ഷേ കോളേജിൽ പോയത് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞാണ്. പിന്നെ കോളേജിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ BARC-ലേക്ക് ഞാൻ എന്റെ ചുവട് വെച്ചു. BARC എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ഞാൻ എടുത്ത് കേറി കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞ ഈ ആർക്കിടെക്ട് എന്നുള്ള ഒരു പദവി മാത്രമേ എന്റെ തലയിൽ അന്നുള്ളൂ. അല്ലാതെ ഈ BARC-ൽ എന്താ പഠിക്കാനുള്ളത്, എന്റെ ഒരു ഞാൻ എൻട്രൻസ് പോയത് വെച്ചിട്ടാണെങ്കിൽ കുറെ വരയ്ക്കാനായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു ഗൈസ് ഈ BARC എന്നുള്ള ആ ഒരു ലൈഫിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു വർക്ക് ഫ്ലോ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഡേ ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു വർക്ക് വന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ എന്തോ ചെയ്തോണ്ടിരുന്നു, +2 വരെ പഠിക്കുന്നു. അല്ല, ഇപ്പൊ എൻട്രൻസിലാണെങ്കിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവര് എന്തെങ്കിലും വരയ്ക്കാൻ തരാം, അത് വരച്ചു കൊണ്ടുചെല്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ ഒരു വർക്ക് വന്നു. എന്നിട്ട് ഒരു നാളെ സബ്മിറ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെ അസൈൻമെന്റ് വെക്കുന്നത്, ഇന്ന് അസൈൻമെന്റ് പറഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞ് അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇന്ന് പറഞ്ഞാൽ നാളെ ആയിരിക്കും സബ്മിഷൻ ഡേറ്റ്. എന്നുവെച്ചാൽ ഡിസൈന് മാത്രം കേട്ടോ, ബാക്കി സബ്ജക്റ്റ് അല്ല. ഡിസൈൻ സബ്ജക്ട് ഇന്നാണെങ്കിൽ അടുത്ത ഡിസൈൻ ക്ലാസ് നാളെ എന്നല്ല, അടുത്ത ഡിസൈൻ ക്ലാസ് എന്നാണോ, ചിലപ്പോ ഡെയിലി ഡിസൈൻ ക്ലാസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്ന ടൈമില് അടുപ്പിച്ചായിരുന്നു ഡിസൈൻ ക്ലാസ് എന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് ഡെയിലി വർക്ക് ഉണ്ടാവുമായിരുന്നു. പിന്നെ അങ്ങനെ ഇന്ന് തന്നു നാളെ വെക്കണം.
ഫസ്റ്റ് ഡേ തന്നെ റീഡു. അങ്ങനെയാണ് ആദ്യമായിട്ട് റീഡു എന്നുള്ളൊരു വാക്ക് ഞാൻ കേൾക്കുന്നത്. അതായത് നമ്മൾ ചെയ്ത സാധനം ഇഷ്ടപ്പെട്ടില്ല, അത് മാറ്റി പുതിയത് ചെയ്ത് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. ഒറ്റ വാക്കി പറ റീഡു. അങ്ങനെ ആദ്യമായിട്ട് റീഡു കിട്ടിയപ്പോ ഫസ്റ്റ് ടൈം റീഡു കിട്ടിയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങള് ഉച്ച കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വർക്ക് ചെയ്യാനിരുന്ന്, ഓൺലൈൻ ക്ലാസ് ആണേ, വർക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞ് രാത്രി ഒരു 3 മണി 4 മണിയൊക്കെ വർക്ക് തീരുമ്പോഴത്തേക്കും. അങ്ങനെ ആദ്യമായിട്ട് അത്രയും നേരമൊക്കെ ആദ്യമായിട്ടല്ലേ ഇരിക്കുന്നത്, പഠിക്കാൻ പോലും അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. വർക്ക് തീർന്നു, എന്നിട്ട് കിടന്നുറങ്ങി, എണീറ്റു, ക്ലാസ്, റീഡു. അപ്പോ ആ റീഡു തരുന്ന ദിവസം പുതിയ വർക്കും തരും, നമുക്ക് റീഡു കിട്ടിയ വർക്കുണ്ടോ, അപ്പൊ രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ ഒരു മാസം പോയപ്പോഴത്തേക്കും ഒബ്വിയസ്ലി 20 ദിവസം ഒരു കാര്യം ചെയ്താൽ നമുക്കത് ഹാബിറ്റായി മാറില്ല, നമ്മുടെ ഒരു ഹാബിറ്റായി മാറി. പിന്നീട് നമുക്ക് നൈറ്റ് ഔട്ട്സോ ഉറങ്ങാണ്ടിരിക്കുന്നതോ ഒന്നൊരു പ്രശ്നമല്ലാതായി മാറി. എനിക്ക് തോന്നുന്നു നമുക്കതൊരു ഹാബിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങള് എന്താ ചിലപ്പോ കോൺഫറൻസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, കോൺഫറൻസ് കോളൊക്കെ ഇട്ടിരുന്ന് വർക്ക് ചെയ്യും. അങ്ങനെ ഓൺലൈൻ ക്ലാസ് അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് സുഖമായിരുന്നു. ബിക്കോസ് ചില ദിവസങ്ങളിൽ നമ്മൾ ഡിസൈൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കം വരുമല്ലോ. ഓൺലൈൻ ക്ലാസ് ആയിട്ട് എന്താ, ഗൂഗിൾ മീറ്റ് എടുക്കുക, ജോയിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങും. ക്യാമറയൊന്നും ഓൺ ആക്കണ്ടല്ല, കിടന്നുറങ്ങും. ഡിസൈൻ ആവുമ്പോ പിന്നെ എണീച്ചാൽ മതിയല്ലോ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 മാസത്തോളം ഓൺലൈൻ ആയതിനു ശേഷമാണ് ഓഫ്ലൈൻ പോയത്. അപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അതായത് നമുക്ക് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. ക്ലാസ്സിൽ നമ്മൾ എത്ര ഉറങ്ങിയിട്ടില്ലെങ്കിലും എന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കണമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അല്ലാതെ വേറെ ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ഇനി ഉള്ള 5 കൊല്ലം എന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ വരുമ്പോഴത്തേക്ക് 2 ഡിസൈൻ വരും. ബേസിക് ഡിസൈനും വരും, ആർക്കിടെക്ചറൽ ഡിസൈനും വരും. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ചെയ്യണം. അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അല്ലാതെ വേറെ BMCയുടെ ഒക്കെ ഡ്രോയിങ് ഷീറ്റ്സ്, ജോമെട്രിക് ഡിസൈൻ്റെ ഡ്രോയിങ്സ് വരും, ഷീറ്റ്സ് വരും, അല്ലാതെ വേറെ വർക്കുകൾ വരും. അങ്ങനെ എല്ലാം കൂടി നല്ലൊരു ഉത്സവമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിലായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ഹോസ്റ്റലിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കാണത്തില്ല. എല്ലാവരും എണീറ്റിരിക്കുകയുള്ളൂ. അപ്പൊ അതൊരു ഓളമായിരിക്കും. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഇയർ ആയി, തേർഡ് ഇയർ ആയി, ഇതന്നെ സെയിം, ഒരു വ്യത്യാസം ഇല്ല. റൊട്ടീനൊക്കെ സെയിം തന്നെ. പിന്നെ ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ വന്നത്. ഇന്റേൺഷിപ്പ് ആക്ച്വലി ഒരു സ്ട്രെസ് റിലീഫാണ് ഗൈസ്. അതായത് എന്താ, നമ്മൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്ത് മറ്റേ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയി വർക്ക് ചെയ്യണ്ടല്ലോ, ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് ഇവിടെ AR ആർക്കിടെക്ട്സിലാണ്, എടപ്പള്ളി ഒബ്രോണിലുള്ള AR ആർക്കിടെക്ട്സിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വലിയ ഹെക്റ്റിക് ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ നമ്മുടെ വർക്ക് അങ്ങ് ചെയ്തേ മതി. അല്ലാതെ നമ്മൾ പ്രഷർ നമുക്ക് വർക്ക് പ്രഷർ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ എന്റെ ഫ്രണ്ട്സ്, പുറത്തൊക്കെ പോയ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോ ഇന്ന് 9 മണിക്കൊക്കെ ഓഫീസിൽ കയറിയ പിറ്റേ ദിവസം 5 മണിക്കൊക്കെ ആയിരിക്കും ഓഫീസിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാന്നൊക്കെ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സിന്റെ ആ ഒരു ഓട്ടവും ബഹളവും എല്ലാം ഒതുങ്ങി നമ്മൾ വേറൊരു ലോകത്ത് വരും. അതായത് എങ്ങനെയാണ് ഇപ്പൊ ഇത്ര നാൾ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ഈ പഠിച്ച സാധനങ്ങളൊക്കെ ഇനി എവിടെ അപ്ലൈ ചെയ്യണ്ടേന്ന് അറിയണ്ടേ. അപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പിന് വരും. ഓഫീസിൽ നമ്മൾ അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം നമുക്ക് കാപ്പബിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ തരും. നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ അതൊരു പോർട്ട്ഫോളിയോ ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സെമിസ്റ്റർ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് മെയിൻ സാധനം വരുന്നത്. എന്നുവെച്ചാൽ അത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഒരു മടിയൊക്കെ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഇത്രയും നാളത്തെ ആ ഒരു ഹെക്റ്റിക് വർക്ക് അത്രയും ഇന്റേൺഷിപ്പ് ടൈമിൽ വരത്തില്ലല്ലോ. ലാസ്റ്റ് ഒരു സാധനം ഉണ്ട്, തീസിസ്. ഇതെന്ന് പറഞ്ഞാലില്ലേ, നമ്മള് ഈ ഒരു 4 കൊല്ലം നമ്മള് എന്താ പറയാ, എല്ലാ സെമസ്റ്ററിലും ഒരൊറ്റ ജൂറിയെ കാണത്തുള്ളൂ. അതായത് ഡിസൈൻ സബ്ജക്റ്റിനെ നമ്മൾ ജൂറി എന്നാ പറയാ. ഡിസൈൻ സബ്ജക്റ്റിന്റെ ഒരു എക്സാമിനേഷന് ഒരു ജൂറിയെ കാണത്തുള്ളൂ. തീസിസ് എന്ന് പറഞ്ഞ ഒരു 4-5 ജൂറി അങ്ങ് കാണും. അതായത് തീസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ചെയ്യുമല്ല. മറ്റേന്ന് പറഞ്ഞാൽ സൈറ്റ് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് തരും. ഡിസൈൻ ടീച്ചേഴ്സ് സൈറ്റ് കണ്ടുപിടിച്ച് തരും. എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ചുമ്മാ ഡിസൈൻ മാത്രം ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ അതുമല്ല, കോളേജിലാണെങ്കിലും നമുക്ക് എന്ത് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അവർ ഓൾറെഡി പറയും. ഇപ്പൊ റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ, സ്കൂൾ ആണെങ്കിൽ സ്കൂൾ, അങ്ങനെ പറയും. ഇത് എന്ത് വർക്ക് എടുക്കണം, എവിടെ വർക്ക് എടുക്കണം, ഇതിന്റെ ഡ്രോയിങ്സ്, എല്ലാ സാധനങ്ങളും നമ്മൾ സ്വന്തം ചെയ്യണം. അപ്പൊ തീസിസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും
അതായത് ഒരു സെമിസ്റ്റർ ഫുള്ള് തീസിസ് ആണ്. അപ്പൊ ഓരോ മാസം ഓരോ ജൂറി കാണും. ഇപ്പൊ ഓരോ കോളേജിലും ഓരോ രീതിക്ക്. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രകാരം ഒരു ജൂറിക്ക് നമ്മൾ ഫെയിൽ ആയ ഒരു സപ്ലിമെന്ററി ജൂറി കാണും. അതിന് നമ്മൾ ഫെയിൽ ആയ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ നമുക്കൊരു 4 ജൂറി ഉണ്ട്. പിന്നെ ഫൈനൽ ജൂറിയാണ്. 4 ജൂറി പ്ലസ് ദ ഫൈനൽ ജൂറി. ഈ 4 ജൂറിക്കും ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ഇന്ന വരെയുള്ളത് ഫസ്റ്റ് ജൂറി, അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരെയുള്ളത് സെക്കൻഡ് ജൂറി, അങ്ങനെ. അപ്പൊ ഇപ്പൊ സപ്പോസ് നമ്മൾ 3rd ജൂറി വരെ എത്തിയിട്ട് നമ്മൾ ജൂറിക്ക് ഫെയിലായി, സപ്ലിമെന്ററിക്ക് നമ്മൾ ഫെയിലായ ഗൈസ്, നമ്മുടെ ആ ഇയർ പോയി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ നമ്മുടെ ജൂനിയേഴ്സിന്റെ കൂടെ ആയിരിക്കും ഗ്രാജുവേറ്റ് ചെയ്യണേ. നമുക്ക് തീസിസ് പാസ് ആവാത്തവർക്ക് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റില്ല. ഈവൻ സപ്ലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തീസിസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ തീസിസ് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്രാജുവേഷൻ. അങ്ങനെ തീസിസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ BArch എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് ഡേയിലേക്ക് വരുന്നത്. അത് ആക്ച്വലി ഈ തീസിസ് ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ആ ഒരു ഗ്രാജുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും അത് വേറെ തന്നെ ഒരു ഫീലാ. ബിക്കോസ് നമുക്ക് തന്നെ നമ്മൾ ഒരു പ്രൗഡ് മൊമെന്റിൽ എത്തും. എന്റെ കോൺവൊക്കേഷന്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ലൈക്ക് എന്താ പറയാ, നമ്മള് ശരിക്കും ഇല്ലേ, നമ്മളൊരു അന്നത്തെ ഒരു മെയിൻ സ്റ്റാർ നമ്മള് തന്നെയാ. അങ്ങനെ ആയിരിക്കും നമ്മൾ നടന്നു വരുമ്പോ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. അതൊരു വേറെ തന്നെ ഫീലാ. പിന്നെ നമ്മുടെ നോർമൽ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് തന്നെയാ. കോൺവൊക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ അടുത്ത എന്താന്നുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കാം. ഓക്കെ, ഇനി BArchലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് നമ്മുടെ ഈ ഓഡിയൻസ് തന്നെ ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ, ഒരുപാട് അനിയന്മാർ അനിയത്തിമാർ കാണും. സോ അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോൺവൊക്കേഷന്റെ വീഡിയോ കണ്ടപ്പോ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. കുറെ പേര് ഇൻസ്റ്റാഗ്രാം DM ആയിട്ടും അല്ലാതെ കമന്റ് സെക്ഷനിലും കുറെ പേര് ചോദിച്ചു BArchലേക്ക് വന്ന എങ്ങനെ ഉണ്ടാവും, ഇത്ര പാടായിരിക്കും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വലിയ കലാകാരന്മാരോ ഒന്നും ആവണ്ട BArch എടുക്കണമെങ്കിൽ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അത്രയും അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതും ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് ഈ ഡ്രോയിങ് ഒക്കെ അത്രയും വരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വരുന്നതൊക്കെ ടെക്നിക്കൽ ഡ്രോയിങ്സ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും, കുറച്ച് കോമൺ സെൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ നല്ല, അതായത് ഇപ്പൊ നോർമൽ BTech ഒക്കെ എടുക്കുന്ന പോലെയല്ല. ഇപ്പൊ MBBS ആണെങ്കിൽ കൂടി പഠിച്ചാൽ മതി. ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിക്കുകയും വേണം, അതിന്റെ കൂടെ വർക്ക് ചെയ്യുകയും വേണം. രണ്ടും ഒരുമിച്ചാണ്. അതായത് ഇപ്പൊ എക്സാം ഒക്കെ വരുമ്പോ ഇല്ലേ, നമുക്ക് നേരത്തെ മുന്നേ നമ്മൾ സ്കൂളിലത്തെ പോലെ നമുക്ക് ഇപ്പൊ ചിലവര് മുന്നേ പഠിച്ചു വെക്കുന്ന അങ്ങനെയൊന്നും ടൈം കിട്ടത്തില്ല. കാരണം നമുക്ക് ആ ടൈമിലൊക്കെ വർക്ക് ചെയ്യാനുണ്ടാവും. ഈ എക്സാം ടൈമിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നോർമൽ തിയറി സബ്ജക്ട്സിനും പാസ് ആവണം, അതുപോലെ തന്നെ വർക്കും ചെയ്യണം. ഡെയിലി വർക്ക് ചെയ്യണം. അതായത് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വന്ന് നമ്മുടെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് വരിക, ഒന്ന് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വർക്ക് ചെയ്യാനിരിക്കുക. എത്രയും നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നേരത്തെ ഉറങ്ങാം. ചിലപ്പോൾ ഉറങ്ങാനും പറ്റൂല, എത്ര നേരത്തെ ചെയ്താലും ഉറങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ക്യാപ്പബിലിറ്റി ആണ് കേട്ടോ. അപ്പോ ഡെയിലി വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, അതിലൊരു മടുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് അങ്ങനെയുള്ളവർക്ക് BArch ഓപ്റ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മടി അങ്ങനത്തെ സാധനങ്ങൾ, അതിപ്പോ എന്ത് പ്രൊഫഷണൽ കോഴ്സ് എടുത്താലും മടി എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ അടുത്ത് വരാൻ പാടില്ല. അപ്പൊ മെയിൻ ആയിട്ട് തിയറി സബ്ജക്ട്സും ഉണ്ടാവും, അല്ലാതെ ഡ്രോയിങ് സബ്ജക്ട്സും ഉണ്ടാവും. അപ്പൊ രണ്ടും ഒരേപോലെ ഹാൻഡ് ഇൻ ഹാൻഡ് പോവാൻ കാപ്പബിൾ ആയിട്ടുള്ളവർ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മെയിൻ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും നിങ്ങൾ വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. താങ്കൾക്ക് എന്ത് ചെയ്യാനാണ്, താങ്കളുടെ ഹോബി എന്താണ് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ? എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ സിനിമ, ഏതെങ്കിലും പഴയ സിനിമ, പഞ്ചാബി ഹൗസോ വെട്ടോ, അങ്ങനെ നമ്മൾ കണ്ട് ശീലിച്ച ഓരോ ഡയലോഗും നമുക്ക് ഓർമ്മയുള്ള സിനിമകളില്ലേ, അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടാണ് വർക്ക് ചെയ്യുക. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ 5 കൊല്ലത്തിന് ഞാൻ മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല. പിന്നെ എന്തെങ്കിലും സെംബ്രേക്ക് ഒക്കെ വരുമ്പോഴാണ് ഉറങ്ങുന്നത്. ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത്രേ ഉള്ളു. അതിനും വലിയ പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയൊക്കെ ഉള്ളു. ഇതാണ് ഞാൻ. അപ്പോ ഇനിയും നമ്മൾ പുതിയ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ. ഓക്കെ, ബൈ.